എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. ഞാനും മീയും കൂടി ഇന്ന് ചുമ്മാ കറങ്ങാൻ പോവാണ്. ദിവസം ഇന്ന് ട്യൂസ്ഡേ ആണ്. സാധാരണ എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ് ട്യൂസ്ഡേ. പക്ഷേ ഈ ആഴ്ച ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തു. കാരണം ഈ ആഴ്ചയാണ് മീയക്കുട്ടി സ്കൂളിൽ കയറുന്നത്. അപ്പോൾ അവളുടെ കിൻഡർ ഗാർഡൻ ഈ തേഴ്സ്ഡേ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണം. അവളുടെ റൂം ക്ലീൻ ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം, സ്കൂളിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ പിന്നെ അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ വിചാരിച്ചിട്ടാണ് ലീവ് എടുത്തത്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ജിമ്മിലൊക്കെ പോയി വന്നു. ഇപ്പോൾ നെയിൽ സലൂണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിയയുടെ ഫസ്റ്റ് ടൈമാണ് നെയിൽ സലൂണിൽ പോകുന്നത്. ആർ യു എക്സൈറ്റഡ് മിയ? ഇവിടെ ഉണ്ട്, ആള് ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ അവളുടെ യൂട്യൂബ് അങ്ങനെ വീഡിയോസിലൊക്കെ ഈ ഡയാന അങ്ങനെയൊക്കെ കുറേ എന്തോ യൂട്യൂബ് ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ കുട്ടികൾ നെയിൽ സലൂണിലൊക്കെ പോയി പെയിൻറ് ചെയ്യണ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ എപ്പോഴും പറയും ഇൻ ദ ബാക്ക്. അപ്പോൾ എപ്പോഴും പറയും അമ്മ പോകണം, വിൽ യു ടേക്ക് മീ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ അവള് പ്രീ കെ കഴിഞ്ഞിട്ടുള്ള ബ്രേക്കാണ്. അപ്പം ഞാനും മിയക്കുട്ടിയും കൂടി ഇന്നൊരു സ്പാ ഡേന് പോവാണ്, അല്ലേ മിയ? അപ്പോൾ ഞാനങ്ങനെ റെഗുലറായിട്ട് നെയിൽ സലൂണിൽ പോണ ആളൊന്നും അല്ല. എനിക്ക് നെയിൽസ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ തന്നെ വീട്ടിൽ നിന്നാണ് കൂടുതലും ചെയ്യുന്നത്. ഇപ്പോൾ വല്ലപ്പോഴും ഇതുപോലെ കൂടുതലും വിൻ്ററൊക്കെ ആകുമ്പോൾ പെഡിക്യൂർ ചെയ്യാൻ പോകും. കാരണം വിൻ്ററിൽ ഭയങ്കര ഡ്രൈ ഒക്കെ ആയി ഹീൽസൊക്കെ ക്രാക്ക് ആകുമ്പോൾ ഞാൻ പെഡിക്യൂർ ചെയ്യാൻ പോകാറുണ്ട്. ഒരു മിനിറ്റ്. അതർവൈസ് അത്ര നെയിൽ സലൂണിൽ ഞാൻ പോകാറില്ല. അപ്പം ഇന്ന് കാലത്ത് ഞങ്ങളൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് പോവുകയാണ്. സെക്ഷനുണ്ട്. അപ്പം അണ്ടർ 10 ഇയേഴ്സിനുള്ള കിഡ്സിൻ്റെ കുട്ടി പെഡിക്യൂർ മാനിക്യൂർ ഒരു ഇത് കോംബോ ഉണ്ട്. അപ്പം അതാണ് മിയയ്ക്ക് എടുത്തേക്കുന്നത്. അപ്പം അവൾക്കൊരു എക്സ്പീരിയൻസ് അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു ശരി പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയൊക്കെയാണ്. പൊതുവേ ഇവിടെ ഇങ്ങനെ നെയിൽ സലൂണിലൊക്കെ പോകുമ്പോൾ നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ്സ് എടുക്കണം. നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം ഒരു 3 വീക്സ് മുമ്പൊക്കെ എടുക്കണം. ഞാനിപ്പോൾ ഇന്ന് കാലത്ത് തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 1 മണിയുടെ അപ്പോയിൻമെൻ്റ് ആണ് കിട്ടിയത്. ഓൾറെഡി 12:57 ആയി. നമുക്ക് ഇനി 7 മിനിറ്റും കൂടി ഉണ്ട് അങ്ങോട്ടുള്ള ദൂരം. പക്ഷെ ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല. നേരത്തെ സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ വെച്ച് എടുത്ത് വെക്കുന്നുണ്ടാവും. ഞാനങ്ങനെ ചെയ്യാറില്ല. എനിക്ക് പൊതുവേ സ്വന്തമായിട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു TV ഷോ ഇട്ടിട്ട് ഞാൻ തന്നെ വീട്ടിലാണ് എപ്പോഴും ചെയ്യാറ്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അമിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗാണ്. അവർക്കൊരു പുതിയ ഷൂസ് നോക്കണം. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവരിപ്പോൾ വളരെ പെട്ടെന്ന് വലുതാവുന്ന പ്രായമല്ലേ. അതുകൊണ്ട് പഴയ ഷൂസൊക്കെ ഇപ്പോൾ കുറച്ച് ടൈറ്റായെന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. നമുക്ക് മേക്ക് ഷൂസ് വെക്കും. പിന്നെ എനിക്ക് ഒരു 2-3 ചാക്ക് മണ്ണ് വാങ്ങണം. അല്ല ഇവിടെ നിന്ന് നടക്കുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അതിനുള്ള പുറപ്പാടിലാണ്, അല്ലേ മക്കളെ? ഇങ്ങനെ കാണിക്കോ? അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, അപ്പം അങ്ങനെ ക്യാപ്ചർ ചെയ്യാമെന്നും പറഞ്ഞ് തുടങ്ങിയ വ്ളോഗാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സിദ്ധുനി മൺഡേ പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. സോ അവൻ പുതിയ ക്ലാസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു. അവൻ സ്ഥിരമായിട്ട് പോകുന്ന ഡേ കെയറിൽ തന്നെയാണ്. അതുകൊണ്ട് അവന് സ്ഥലമൊക്കെ കംഫർട്ടബിളാണ്. പക്ഷെ പുതിയ ക്ലാസ്സിൽ ടീച്ചേഴ്സും അവൻ്റെ കൂടെ പഠിച്ചിരുന്ന കുറച്ച് കുട്ടികൾ ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ വേറൊരു ക്ലാസ്സിലോട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വലിയ ക്ലാസ്സാണ്. അങ്ങനെ അവൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താ ഓഗസ്റ്റ് പകുതി കഴിഞ്ഞല്ലോ. പക്ഷേ തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ നേരത്തെയാണ്. സാധാരണ ഒക്ടോബറിൽ ഒരു സെപ്റ്റംബർ എൻഡോടുകൂടിയൊക്കെയാണ് വൈകുന്നേരമൊക്കെ തണുപ്പാവുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വർഷം ചിലപ്പോൾ നേരത്തെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. വേറെന്താ, ഇവിടെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. നല്ല രസമാണ് വായിക്കുന്നത് കാണുമ്പോൾ. ശരിക്കും ഞാനിങ്ങനെ ഇടുന്നെങ്കിലും തിരിച്ചിങ്ങോട്ട് എനിക്ക് ഇൻട്രാക്ഷൻ കിട്ടുന്നത് നിങ്ങളുടെ കമൻസിൽ കൂടിയാണല്ലോ. അപ്പോൾ അത് ഭയങ്കര രസമാണ്. ചിലതൊക്കെ വായിച്ച് ഞാൻ ഏട്ടനും കൂടി ഒരു പഠിച്ചിരിക്കാറുണ്ട്. പിന്നെ വ്ളോഗ് എടുത്തെടുത്ത് പഠിക്കാന്ന് പറഞ്ഞത് ഞാൻ റീൽസ് ഉണ്ടാക്കുന്ന പോലെ അല്ല വ്ളോഗ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മണിക്കൂറിൻ്റെ ഫുട്ടേജ് ഉണ്ടാവും. 3 മണിക്കൂറിൻ്റെ ഫുട്ടേജൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ലെസ് ദാൻ 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് അകത്തോട്ട് ആക്കുന്നത്.
പിന്നെ അതിനൊരു സ്ട്രക്ചർ ഇല്ല. നമ്മളുടെ ഡേ ആണ് സ്ട്രക്ചർ. ഞാൻ റീലെടുക്കുന്ന പോലെ എനിക്കിങ്ങനെ ക്യാമറ ഫ്രെയിം ചെയ്തൊന്നും എടുക്കാനൊന്നും പറ്റൂല. അപ്പോൾ അതിൻ്റെതായ കുറച്ചൊരു ഇതുണ്ട്. പിന്നെ ഞാൻ മാക്സിമം കാൻഡിഡ് ആയിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, കൂടുതൽ കോൺഷ്യസ് ഒന്നും ആവാണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാണ്ട് ഇപ്പം ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് വെൽക്കം ടു മൈ വ്ലോഗ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് അത് പറയുന്നുണ്ടിട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് ആണ് എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അറിയോക്കെ മീക്കുട്ടി ചെറിയ ചുമയുണ്ട് 2 ദിവസമായിട്ട്. ഈ തണുപ്പിൻ്റെ ആവാം, വേറെ വല്ല പിള്ളേരെന്ന് കിട്ടിയതും ആവാം. സ്കൂള് തുറന്നു കഴിയുമ്പോഴേക്കും കുറേയായിരിക്കും. പണ്ട് ഉണ്ടല്ലോ, പണ്ടെന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പൊക്കെ 2 ആൾക്ക് 24/7 അസുഖമാണ്. കാരണം ഒരാൾക്ക് അസുഖം പിടിച്ചപ്പോൾ അടുത്താൾക്ക് പിടിക്കും, അടുത്താൾക്ക് പിടിച്ചപ്പോൾ മറ്റാൾക്ക് പിടിക്കും, ഞങ്ങൾക്കും പിടിക്കും. കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡ് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു 6 months ആയിട്ട് കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട്. കാരണം 2 ആളും കുറച്ചുകൂടെ വലുതായി, അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഡെവലപ്പായി വന്നപ്പോൾ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. ഓക്കെ, അപ്പോൾ ബാക്കി എത്തിയിട്ട് അവിടെ നടക്കാം. We're here now. You will see what the inside of the nail salon looks like, okay? And I hope you will see what my nails will look like when I show you. And ഇറങ്ങാം നമുക്ക്. we're getting there. നീ മലയാളത്തിൽ പറയണം കേട്ടോ. What? മലയാളം പറഞ്ഞ് പഠിക്കണ്ടേ നമുക്ക്? മലയാളം പറഞ്ഞ് പഠിക്കണ്ടേ നമുക്ക്? What is that? Sorry. I don't know. Hi. I have an appointment for 1. Shanti. Bye. Thank you. Yeah, check and pick a color. Not yet, Nasa. Okay. ഇഷ്ടപ്പെട്ട കളർ? You like the color? Yeah. And it's glittery? I got big glitter, you get small glitter. I got small glitter. Yeah, I got good. Wait. You had fun, Mia? Yeah, let's go buy some jewelry so we could be Ada. some pretty. Can you show me your nails? You got orange Yeah. with glitters. Yeah. I got small glitter and blue. I got big glitter with orange. സാധാരണ ഞാൻ എപ്പോഴും ഭയങ്കര ഡാർക്ക് കളേഴ്സ് എടുക്കുന്നത്. പക്ഷേ ഒരു ബേബി പൗഡർ ബ്ലൂ പോലത്തെ ഒരു കളർ വിത്ത് സ്മോൾ ഗ്ലിറ്റർ. എങ്ങനെയുണ്ട്? അപ്പോൾ അടുത്തത് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ നമ്മൾ മിയയ്ക്ക് ഷൂസ് നോക്കാൻ വേണ്ടി കയറുകയാണ്. മിയയ്ക്കും സിദ്ധുവിനും നോക്കണം, കാരണം അവൻ്റെ ഷൂസിൻ്റെ ഒരു ബക്കിൾ പൊട്ടിയിട്ട് ഇപ്പോൾ ക്രോക്സ് ഇട്ടാണ് നടക്കുന്നത് ഫുൾ ടൈം. ഇവിടെയാണ് മിയ. സോ നമ്മൾ ആ ഷൂസ് നോക്കട്ടെ. ഓ, ഇറ്റ്സ് സോ സ്ട്രോങ്. നല്ല രസമുണ്ടല്ലേ? നോക്കട്ടെ. എടാ മിയ, നോക്കട്ടെ. കാലാണെങ്കിൽ ഇത് All of it should fit. കാലിയായിട്ട്. Is this correct? Yeah. Is it too big? No, we got some space for you. Look at this. Yes? Yeah. You want this color? No. Blue color? No, I want this one. This color? I'll go hold it. I like this one too. How about this one, Mia? Yeah. Double check. I like this one too. Wait. This is more nice. That is like
full of glitter. Glitter കുറച്ച് കഴിയുമ്പോൾ പോവുകടാ. This will stay longer. See? What do you think? Let me check this side. I like this one too. See? How about this one? That one. Dad. Oh, right into it. Oh, thank you, Mia. Oh yeah, buy jewelry. Let's buy jewelry. Let's buy jewelry. മിയയ്ക്ക് സിദ്ധുവിന് ഓരോ ഷൂസ് കിട്ടിയിട്ടുണ്ട്. സിദ്ധുവിൻ്റെ ഷൂസിന് വീട്ടിൽ പോയി അവൻ വന്ന് ഇട്ട് നോക്കിയിട്ട് വേണം. നോക്കിയിട്ട് പാകമില്ലെങ്കിൽ തിരിച്ചുകൊണ്ട് റിട്ടേൺ ചെയ്യേണ്ടി വരും. പക്ഷേ അവനിപ്പോൾ ഇത് ഇൻ ബിറ്റ്വീൻ സൈസാണ്. ചിലപ്പോൾ കയറിയിരിക്കും. അവിടെ വീട്ടിൽ പോയിട്ട് വേണം നോക്കാനായിട്ട്. ഇനി ഇപ്പം ഞങ്ങൾ 2 ഷൂസ് വാങ്ങിച്ചു. മിയയ്ക്ക് ഒരു കുറേ ഗ്ലിറ്ററുള്ളൊരു ഷൂസാണെന്ന് പറഞ്ഞിട്ട് അത് തന്നെ വാങ്ങിച്ചു. സിദ്ധുവിന് ഞാനൊരു ഷൂസ് എടുത്തിട്ടുണ്ട്. അവൻ്റെ സൈസ് കറക്റ്റ് ആണോ എന്ന് അറിഞ്ഞൂടാ, കാരണം അവനൊരു ഇൻ ബിറ്റ്വീൻ സൈസാണ്. ഈ ഒരു പ്രായത്തിലെ പിള്ളേരുടെ ഷൂസ് ഒന്നും നമുക്കിങ്ങനെ ഇടയിലുള്ള ഷൂസ് കിട്ടൂല. അപ്പോൾ അവനൊരു ഷൂസ് വാങ്ങിച്ചിട്ടുണ്ട്. അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇട്ട് നോക്കിയിട്ട് കൊള്ളൂല്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് മാറ്റാം. ഇനിയിപ്പോൾ അടുത്തത് ഇവർക്ക് ജ്വല്ലറി വേണമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ അടുത്ത് തന്നെ ഉള്ളൊരു മോളിൽ പോയിട്ട് അവർക്ക് കുറച്ച് മാലയും ബ്രേസ്ലെറ്റും അതുപോലത്തെ എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ വാങ്ങാം അങ്ങനെ വിചാരിക്കണം. ഞാനിന്ന് ട്രങ്കിൽ നോക്കിയപ്പോൾ 2 ട്രങ്ക് നിറച്ച സാധനങ്ങളാണ്. അതുകൊണ്ട് എനിക്കിനി മണ്ണ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഏട്ടൻ വന്ന് ഒരു ദിവസം ഏട്ടനെയും കൂട്ടി വന്നിട്ട് സോയിൽ വാങ്ങാം. ഫുള്ള് H&M പോയി നോക്കാം. പിള്ളേരുടെ സെക്ഷൻ അവിടെ കാണാം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഷോപ്പ് ഈയിടെ ഞാൻ കണ്ടു, ഒരു ജ്വല്ലറി മാത്രമുള്ളത്. പക്ഷെ കുട്ടികൾക്കുള്ളവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശക്കറുണ്ടോ എടാ മിയ? അവളൊരു മിഠായി വാങ്ങിച്ചിട്ടുണ്ട് കടയിൽ നിന്ന്. കൗണ്ടറിൻ്റെ അവിടെ ഈ ക്യാൻഡി വെക്കുന്നത് ഈ പിള്ളേരെ കൈവശപ്പെടുത്തി മിഠായി വാങ്ങാനാണിതോ. അതാണ് സാധനം. റിംഗ് പോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. റിങ് പോലെ ഇട്ടിട്ടിങ്ങനെ നക്കി നക്കി തിന്നാം. സിദ്ധുവിനും വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം. ഇപ്പം എല്ലാം 2 എണ്ണമായിട്ട് എടുക്കുള്ളൂ, എനിക്കും സിദ്ധുവിനും. അല്ലേടാ മിയ? ഷോ യുവർ നെയിൽസ്. പോവാ. ബഹളം വെക്കോ? ശരി, പറയണ കേക്കണം കേട്ടാ. എന്തൊക്കെ വാങ്ങും മിയ? എന്താണ് വാങ്ങാൻ പോണത്? എത്ര എണ്ണം? How many jewelry? Yeah. 1. No. പിന്നെ 3 ഒന്നുമില്ല. ഓക്കെ, മാക് 2. ഓക്കെ, Okay. വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടാ. Okay. പറഞ്ഞാ കേക്കോ? Okay. പറഞ്ഞാ കേക്കോ? Yeah. കേക്കാം പറ. Cake butter. അല്ല, കേക്കാം. Cake up. ഇതൊരു വലിയ മോളാണ്. ഇതിൽ 3-4 എൻട്രൻസ് ഉണ്ട്. ഏതെങ്കിലും Look at my ring pop. It's a pink ring pop. What flavor is it? Strawberry. ഇതൊരു വലിയ മോളാണ്. ഇതിന് 4-5 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തെറ്റായ എൻട്രൻസ് കയറി കഴിഞ്ഞാൽ കുറേ ചുറ്റി തിരിയും. നടന്ന് ഒരു എൻട്രൻസിൽ നിന്ന് 8 എൻട്രൻസിലോട്ട് എത്തൂല. അതുകൊണ്ട് നമ്മൾ ഏത് സ്റ്റോറിൽ പോകണോ, അപ്പോൾ നമ്മൾ ഏത് സ്റ്റോറിൽ പോകുന്നോ അതനുസരിച്ചിട്ടുള്ള എൻട്രൻസിലാണ് നമ്മൾ കയറുന്നത്. H&Mലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. സോ അതിനടുത്തുള്ള എൻട്രൻസിൽ ആണ് നിർത്തിയത്. ഇവിടെ ഒരു നല്ല ബബിൾ ടീൻ്റെ ഒരു കടയുണ്ട്. പറ്റിയ തിരിച്ചു വരുമ്പോൾ കയറാം. ഇവക്ക് ചെറിയ ചുമയുള്ളതുകൊണ്ട് അവൾക്ക് വാങ്ങാൻ സംശയമാണ്. കാണിച്ചു തരാം. See all of those? See the ice cream shop over there? Oh yeah, they have the ice cream shop too.
എവിടെയാടാ മിയ? അച്ഛനൊരു ടീഷർട്ട് നോക്കണ? നീ അച്ഛന് ടീഷർട്ട് വാങ്ങിച്ചു കൊടുക്കോ? കൊടുക്കോ? ഏത് കളർ ടീഷർട്ട് വേണോ അച്ഛന്? I want to say, is it pretty or not? Okay. You just missed it, but that's okay. Since എന്ത് മിയ? ഇങ്ങോട്ട് വാ. പ്ലേ ഏരിയ പോണില്ല. പ്ലേ ഏരിയയിൽ നമുക്ക് സിദ്ധു ഉള്ളപ്പോൾ പോയാൽ മതി കേട്ടോ. നമുക്ക് അടുത്തത് ബൊബ്ബ വാങ്ങാം കേട്ടോ. കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി ബൊബ്ബ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകും. അല്ലേ മിയ കുട്ടാ? അപ്പോൾ പ്ലേ ഏരിയ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി പ്ലേ ഏരിയ പോയാൽ കുറേ നടക്കണം പ്ലേ ഏരിയ പോകാനായിട്ട്. സോ ഞങ്ങൾ ഇനിയിപ്പോൾ സിദ്ധുവിനെ കൊണ്ട് ആണ് പ്ലേ ഏരിയ പോണത്. ചിലപ്പോൾ തിരക്കും കാണാം. അത്ര നടക്കാൻ എനിക്കിനി വയ്യ. താങ്ക് യു. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് വീട്ടിലോട്ട് പോകാൻ വേണ്ടി കാറിലെത്തി. നല്ല വെയിൽ. സമയം ഒരു 3:45 ആയി. നല്ല വെയിലുണ്ട്. പിന്നെന്താ, നടന്ന് കുറച്ച് സ്ഥലം പോയിടെങ്കിലും കുറേ നടന്നു. ഇന്നത്തേക്കുള്ള സ്റ്റെപ്സൊക്കെ ഒരുവിധമായി. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്. പിന്നെ കുറച്ച് നേരം ചില്ല് ചെയ്യണം. അതേപോഴേക്കും സിദ്ധുക്കുട്ട സ്കൂളിൽ നിന്ന് വരും. അതേപോഴേക്കും സിദ്ധു വരും. അങ്ങനെയൊക്കെയാണ് പരിപാടി. പിന്നെ നാളെയാണ് മീയുടെ ഓറിയൻറ്റേഷൻ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. ഇവർക്ക് ചുമയായതുകൊണ്ട് ഞാൻ ബബിൾ ടീ അധികം കൊടുക്കുന്നില്ല. അതിൻ്റെ ചെറിയ പിണക്കമുണ്ട്. ആ സാരമില്ല മിയ, ചുമ വരും കൂടുതൽ. കുറച്ച് കുടിച്ചല്ല, അത് മതി കേട്ടാ. സ്കൂളിൽ പോകണ്ടേ നമുക്ക്? അപ്പൊ നമുക്ക് ചുമ ഇല്ലാണ്ടിരിക്കണ്ടേ? അതുകൊണ്ടാണ് അമ്മ തരാത്തത്. കുറച്ച് കുടിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും കുടിച്ച്. ഇനി വീട്ടിൽ പോയിട്ട് മരുന്ന് കൊടുക്കണം. ഇനി സ്കൂളിലോട്ട് എന്തെങ്കിലും വേണോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഗ്രോസറി സ്റ്റോറിലൊന്ന് പോകണം. അത് മിക്കവാറും നാളെ പോവാം. ഇവർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനുള്ള സ്നാക്സും സാധനങ്ങളൊക്കെ വാങ്ങണം. ഓ, അപ്പൊ അതാണ് കാര്യം. പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് സിദ്ധുവിന്റെ കൂടെ പോവാം മിയ കേട്ടാ. സിദ്ധുവിന്റെ കൂടെ പോവാം പ്ലേ ഗ്രൗണ്ടിൽ. Whoa! ഇതാര്? What? You did your nails? Somebody did it. Oh, what color is it? What color did you get? Orange? With glitters? Nice. Well, good. Carry ഇത് കാണിക്കാപ്പോ വരൂ. Whoa! കൊള്ളാം. മിണ്ടാതിരുന്നോ? മിണ്ടാണ്ട് ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുറത്തു പോയിട്ടൊക്കെ വന്നു. മിയക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഏട്ടൻ ആദ്യം കാണിക്കണം. ഇപ്പോൾ അവൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛാ ക്ലോസി റൈസ് എന്ന് പറഞ്ഞ് പുറത്ത് വന്ന് കാണിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അവൾ വന്ന് നെയിൽസ് കാണിക്കുന്ന ഒരു ഇതും കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി. അവളെ കൊണ്ടുപോയത് കോമഡി ആയിരുന്നു. കാരണം ഈ പെഡിക്യൂർ ചെയ്യാനുള്ള ചെയറിലൊന്നും അവളുടെ കാലത്തില്ല. അപ്പം അവർ വെള്ളം കോരി ഒഴിച്ചാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ക്ലീൻ ചെയ്തത്. പിന്നെ കൈ വെക്കാൻ വേണ്ടി ഒരു കൊച്ചു ബൗൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇനി ഞാൻ അങ്ങനെ അടുത്ത കാലത്തും കൊണ്ടുപോകുന്ന എനിക്ക് തോന്നണില്ല. കുറച്ചും കൂടിയൊക്കെ ഒരു 10 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും അവർക്ക് കുറച്ചുകൂടെ അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അവളുടെ ഒരു ക്യൂരിയോസിറ്റി തീർക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. എന്നാലും ഇറ്റ് വാസ് ലൈക്ക് എ ഫൺ എക്സ്പീരിയൻസ്. പിന്നെ എനിക്കൊരു കൂട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഈ നെയിൽ പോളിഷൊക്കെ സാധാരണ നെയിൽ പോളിഷാണ് ഇട്ടേക്കണം. 2 ദിവസം കഴിഞ്ഞാൽ പോവും. ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട് ഇതുപോലെ നെയിൽ പോളിഷ് ഇടണോ എന്ന്. അപ്പം ഞാനിവിടെ ഒരുപാട് കെമിക്കലൊന്നും ഇല്ലാത്ത പിള്ളേർക്ക് ഇടുന്നൊരു നെയിൽ പോളിഷ് ഉണ്ട്, വാട്ടർ ബേസ്ഡ് ആയിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഹെയർ ഡ്രയറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങും. പക്ഷെ അത് ഒരു ദിവസം 1-2 ദിവസമൊക്കെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പോവും. അതിങ്ങനെ വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് അതിങ്ങനെ ഉലിങ്ങി പോവും. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കണത്. ഹാലോവീനാണ് മിയുടെ ഫേവറേറ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ പംകിൻ്റെ കളർ ഓറഞ്ച് ഇട്ടിട്ടാണ് വന്നേക്കണമെന്നും പറഞ്ഞൊക്കെയാണ് വന്നേക്കുന്നത്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവളുടെ സ്കൂള് തുറക്കുകയാണ്. അപ്പോൾ പ്രീ കെന്ന് കിൻഡർ ഗാർഡനിലോട്ട് കിടക്കും അപ്പോഴേക്കും. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് കമൻറ്റ്. ടാറ്റാ.